ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഓപ്പറൻ്റ് കണ്ടീഷനിങ് ആണ് കേട്ടോ. ഈ ഒരു തിയറി അവതരിപ്പിച്ചത് B.F. സ്കിന്നറാണ്. ഈ ഒരു തിയറിയിൽ അദ്ദേഹം പറയുന്ന കാര്യം നമ്മളൊരു സ്വഭാവം പഠിക്കുന്നതിൽ അതിൽ സ്വാധീനിക്കുന്ന ഘടകമാണ് നമ്മൾക്ക് ആ ഒരു സ്വഭാവം കാണിക്കുന്ന സമയത്ത് കിട്ടുന്ന കോൺസിക്വൻസസ്. അതുപോലെ ഒരു സ്വഭാവം പഠിക്കുന്നതിൽ അല്ലെങ്കിൽ ഒരു സ്വഭാവം രൂപപ്പെടുത്തുന്നതിൽ പണിഷ്മെൻറ്റിൻ്റെയും റീഎൻഫോഴ്സ്മെൻറ്റിൻ്റെ റോളൊക്കെ അദ്ദേഹം ഈ ഒരു തിയറിയിൽ പറയുന്നുണ്ട്. ഇതിനു വേണ്ടിയിട്ട് അദ്ദേഹം 2 എക്സ്പെരിമെൻ്റാണ് പ്രധാനമായിട്ട് നടത്തിയത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട എക്സ്പെരിമെൻ്റാണ് സ്കിന്നർ ബോക്സ് എക്സ്പെരിമെൻറ്റ്. ഈ ഒരു എക്സ്പെരിമെൻ്റ് നടത്തിയത് അദ്ദേഹം ഒരു എലിയെ വെച്ചിട്ടാണ് നടത്തിയത്. അതിന് വേണ്ടിയിട്ട് അദ്ദേഹം ഒരു പ്രത്യേക ബോക്സൊക്കെ തയ്യാറാക്കി. ഈ ബോക്സിൽ അദ്ദേഹം ഒരു ലിവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ലിവർ നിൽക്കുന്ന സമയത്ത് അതിലേക്ക് ഭക്ഷണം കിട്ടുന്ന രീതിയിലാണത് ക്രമീകരിച്ചത് ആദ്യഘട്ടത്തിൽ. അപ്പോൾ ആ വിശക്കുന്ന എലിയ ആ ഒരു കൂട്ടിലേക്ക് ഇടുകയും ആ എലി വിശപ്പിൻ്റെ തീവ്രത കൊണ്ട് ചുറ്റും ഓടുകയും അതിന് അറിയാതെ ഒരു ലിവർ നക്കി അതിന് ഭക്ഷണം ലഭിക്കുകയാണ്. പിന്നീട് എലിയെ കൂട്ടിലിടുന്ന സമയത്തൊക്കെ അത് നേരിട്ട് പോയിട്ട് ലിവർ നക്കി അത് ഭക്ഷണം നേടുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം ഈ ഒരു സ്വമേധയാ ചെയ്യുന്നൊരു സ്വഭാവത്തെ പറയുന്നതാണ് ഓപ്പറൻ്റ്. അതായത് ഓപ്പറൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്വമേധയാ കാണിക്കുന്ന സ്വഭാവമാണ്. അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു ഫൈൻഡിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് കിട്ടുന്ന റീഎൻഫോഴ്സ്മെൻറ്റ് നമ്മളെ സ്വഭാവത്തെ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിന് പോസിറ്റീവ് ആവട്ടെ നെഗറ്റീവ് ആവട്ടെ. പിന്നെ മറ്റൊരു എക്സ്പെരിമെൻ്റ് നടത്തിയാണ് പീജിയൻ എക്സ്പെരിമെൻറ്റ്. ഈ ഒരു എക്സ്പെരിമെൻറ്റ് പ്രാവിലാണ് നടത്തിയത്. ഈ ഒരു എക്സ്പെരിമെൻറ്റ് നടത്തിയത് റീഎൻഫോഴ്സ്മെൻറ്റ് ഷെഡ്യൂൾ ചെയ്യുന്നതിൽ ഏറ്റവും എഫക്റ്റീവ് ഏതാണെന്നുള്ളത് തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൽ അദ്ദേഹം കണ്ടെത്തിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാരിയബിൾ റേഷ്യോ ഷെഡ്യൂളിൽ നമ്മൾ റീഎൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് റെസ്പോൺസ് റേറ്റ് കൂടുതലായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുക എന്നുള്ളതാണ്. ഇനി പ്രിൻസിപ്പിൾസ് ഓഫ് റീഎൻഫോഴ്സ്മെൻറ്റ്. അദ്ദേഹം ഈ ഒരു തിയറിയൊക്കെ വെച്ചിട്ട് കുറേ പ്രിൻസിപ്പിൾസൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഒരു പ്രിൻസിപ്പിളാണ് പോസിറ്റീവ് റീഎൻഫോഴ്സ്മെൻറ്റ് അല്ലെങ്കിൽ റീഎൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയാം. റീഎൻഫോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്വഭാവം ആവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നതോ അല്ലെങ്കിൽ നമ്മൾ ഒഴിവാക്കുന്നതായിട്ടുള്ള സ്റ്റിമുലസിനെ നമ്മൾ പറയുന്നതാണ് റീഎൻഫോഴ്സ്മെൻറ്റ് എന്നുള്ളത്. അപ്പം ഇതിൽ പോസിറ്റീവ് റീഎൻഫോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന പ്ലസൻറ്റ് സ്റ്റിമുലസ്, ഒരു സ്വഭാവം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന പ്ലസൻറ്റ് സ്റ്റിമുലസിനെയാണ് പോസിറ്റീവ് റീഎൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത്. നെഗറ്റീവ് റീഎൻഫോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു അൺപ്ലസൻറ്റ് സ്റ്റിമുലസ് ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ ഒരു സ്വഭാവം നല്ലൊരു സ്വഭാവം വർദ്ധിപ്പിക്കുന്നതിനെയാണ് നെഗറ്റീവ് റീഎൻഫോഴ്സ്മെൻറ്റ്. അതായത് അതിന് കൊടുക്കുന്ന ഒരു സ്വഭാവം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഒഴിവാക്കി കൊടുക്കുന്ന സ്റ്റിമുലസിനെ നമ്മൾ പറയുന്നതാണ് നെഗറ്റീവ് റീഎൻഫോഴ്സ്മെൻറ്റ്. ഇപ്പോൾ ഉദാഹരണം പറയാം. പോസിറ്റീവ് റീഎൻഫോഴ്സ്മെൻറ്റിൻ്റെ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഏതെങ്കിലും ക്ലാസ്സിൽ ഒരു കുട്ടി നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന സമയത്ത് നമ്മൾ അവരെ പ്രോത്സാഹിപ്പിക്കുന്നത് വെരി ഗുഡ്, എക്സലൻറ്റ്, നമ്മളൊരു ക്ലാപ്പൊക്കെ കൊടുക്കുന്നത് അല്ലെങ്കിൽ ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നത് പോസിറ്റീവ് റീഎൻഫോഴ്സ്മെൻ്റ് ആണ്. നെഗറ്റീവ് റീഎൻഫോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടി എക്സ്ട്രാ വർക്കൊക്കെ ചെയ്യുന്ന സമയത്ത് അവർക്ക് ഹോം വർക്കൊക്കെ ഒഴിവാക്കി കൊടുക്കുന്നത്, അല്ലെങ്കിൽ നല്ല രീതിയിൽ പെർഫോമൻസ് കാണിക്കുന്ന ആൾക്കാർക്ക് അവർക്ക് കുറച്ചുകൂടി കൂടുതലുള്ള വർക്കൊക്കെ ഒഴിവാക്കി കൊടുക്കുന്നതൊക്കെ നെഗറ്റീവ് റീഎൻഫോഴ്സ്മെൻറ്റിന് ഉദാഹരണമാണ്. അതുപോലെ നമ്മൾ കാറിലൊക്കെ പോകുന്ന സമയത്ത് സീറ്റ് ബെൽറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു അലാറം ഓഫാക്കി അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുന്നതൊക്കെ നെഗറ്റീവ് റീഎൻഫോഴ്സ്മെൻറ്റിൻ്റെ എക്സാമ്പിളായിട്ട് പറയാവുന്നതാണ്. പണിഷ്മെൻറ്റും ഇതേ രീതിയിൽ നമുക്ക് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും പറയും. പണിഷ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സ്വഭാവത്തിൻ്റെ സ്ട്രെങ്ത്ത് കുറച്ച് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ റിമൂവ് ചെയ്യുന്ന സ്റ്റിമുലസിനെയാണ് പണിഷ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പം ഇപ്പോൾ 2 തരത്തിലാണ് പണിഷ്മെൻറ്റും പറയാം. ഒന്ന് പോസിറ്റീവ് പണിഷ്മെൻ്റ് ഉണ്ട്, മറ്റൊന്ന് നെഗറ്റീവ് പണിഷ്മെൻ്റ് ഉണ്ട്. പോസിറ്റീവ് പണിഷ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്വഭാവത്തിൻ്റെ അല്ലെങ്കിൽ അൺപ്ലസൻറ്റ് സ്റ്റിമുലസ് കൊടുത്തുകൊണ്ട് ഒരു സ്വഭാവത്തിൻ്റെ സ്ട്രെങ്ത്ത് അല്ലെങ്കിൽ സ്വഭാവം ആവർത്തിക്കുന്നത് കുറച്ച് കൊണ്ടുവരുന്നതാണ് പോസിറ്റീവ് പണിഷ്മെൻറ്റ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു കുട്ടി വികൃതി കളിക്കുന്ന സമയത്ത് നമ്മൾ ദേഷ്യം പിടിക്കുന്നത് എന്താണ്? പോസിറ്റീവ് പണിഷ്മെൻറ്റാണ്. നെഗറ്റീവ് പണിഷ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലസൻറ്റ് സ്റ്റിമുലസ് ഒഴിവാക്കിക്കൊണ്ട് ഒരു സ്വഭാവം നമ്മൾ കുറച്ച് കൊണ്ടിരുന്നതിനെയാണ് നെഗറ്റീവ് പണിഷ്മെൻറ്റ് എന്ന് പറയുന്നത്. അത് ഇപ്പോൾ ഒരു കുട്ടി കുസൃതി കളിക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ കൊടുത്തൊരു ഗിഫ്റ്റ് എടുത്ത് മാറ്റുക, ഒഴിവാക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ കൊടുത്തൊരു സ്റ്റാർ നമ്മൾ കുറയ്ക്കുന്നത്, അതൊക്കെ നെഗറ്റീവ് പണിഷ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് വരും. അപ്പോൾ അതിലൂടെ നമ്മൾ ചെയ്യുന്ന പണിഷ്മെൻറ്റിലൂടെ ഒരു സ്വഭാവം അതിൻ്റെ ആവർത്തനം കുറച്ച് കൊണ്ടുവരണം, അല്ലെങ്കിൽ ഒരു സ്വഭാവം ആവർത്തിക്കുന്നത് ഇല്ലാതാക്കിയാണ് പണിഷ്മെൻറ്റിലൂടെ നമ്മൾ ചെയ്യുന്നത്. ഇതിൽ വരുന്ന മറ്റ് ചില തത്വങ്ങളാണൊന്ന് എക്സ്റ്റിങ്ഷൻ ആൻഡ് ഷേപ്പിംഗ് എന്ന് പറയും.
എക്സ്റ്റിങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വഭാവം കാണിക്കുന്ന സമയത്ത് നമ്മൾ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കാതിരിക്കുന്ന സമയത്ത് ആ ഒരു സ്വഭാവം നിർത്തുന്നതിനെയാണ് എക്സ്റ്റിങ്ഷൻ എന്ന് പറയുന്നത്. ഷേപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡിസൈറബിൾ ആയിട്ടുള്ള ബിഹേവിയറിനെ എപ്പോഴൊക്കെ അടുത്ത് അവർ സ്വഭാവം കാണിക്കുന്നു ആ ഒരു സമയത്തൊക്കെ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുന്നതാണ് ഷേപ്പിംഗ് എന്ന് പറയുന്നത്. അതുപോലെ ചെയിനിങ് ഉണ്ട്. ചെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സീക്വൻസ് ഓഫ് റെസ്പോൺസ് മുഴുവനായിട്ട് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുന്നതിനെയാണ് ചെയിനിങ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ വ്യത്യസ്ത രീതിയിൽ നമ്മൾ റീഇൻഫോഴ്സ്മെൻറ്റ് ഷെഡ്യൂൾ ചെയ്യും. അപ്പോൾ അതിലൊന്ന് വരുന്നതാണ് കണ്ടിന്യൂസ് റീഇൻഫോഴ്സ്മെൻറ്റ്. അതായത് എപ്പോഴൊക്കെ ഡിസൈറബിൾ ആയിട്ടുള്ള ബിഹേവിയർ കാണിക്കുന്നു ആ ഒരു സമയത്തൊക്കെ റിവാർഡ് കൊടുത്തുകൊണ്ടിരിക്കുന്നതിനെയാണ് കണ്ടിന്യൂസ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ ഇൻ്റർമിറ്റൻ്റ് ആയിട്ടുള്ള റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ കൊടുക്കുന്നത് എക്സ്റ്റിങ്ഷൻ, അതായത് എക്സ്റ്റിങ്ഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഇൻ്റർമിറ്റൻ്റ് റീഇൻഫോഴ്സ്മെൻറ്റ് നമ്മൾ ഷെഡ്യൂൾ ചെയ്യുന്നത്. അതിൽ വരുന്ന പ്രധാനപ്പെട്ട ഷെഡ്യൂൾസ് ആണ് ഫിക്സ്ഡ് റേഷ്യോ ഷെഡ്യൂൾ, വാരിയബിൾ റേഷ്യോ ഷെഡ്യൂൾ, ഫിക്സ്ഡ് ഇൻ്റർവൽ ഷെഡ്യൂൾ, വാരിയബിൾ ഇൻ്റർവൽ ഷെഡ്യൂൾ. അപ്പോൾ ഫിക്സ്ഡ് റേഷ്യോ ഷെഡ്യൂളിൽ നമ്മൾ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുക. ഒരു നിശ്ചിത എണ്ണം റെസ്പോൺസ് കാണിക്കുന്ന സമയത്ത് നമ്മൾ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ എല്ലാ 2 പ്രാവശ്യം നമ്മൾ പറയുന്ന ഒരു കാര്യം 2 പ്രാവശ്യം വീതം ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുകയാണ് ഫിക്സ്ഡ് റേഷ്യോ ഷെഡ്യൂൾ. വാരിയബിൾ റേഷ്യോ ഷെഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺപ്രഡിക്റ്റബിൾ നമ്പർ ഓഫ് റെസ്പോൺസസിനായിരിക്കും നമ്മൾ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുക. അത് ഉദാഹരണത്തിന് ആദ്യത്തെ ഒരു 2 റെസ്പോൺസ് കഴിഞ്ഞിട്ടാണ് നമ്മൾ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുന്നതെങ്കിൽ ചിലപ്പോൾ അടുത്തത് 7ാമത്തെ റെസ്പോൺസിനായിരിക്കും, ചിലപ്പോൾ 15ാമത്തെ ആയിരിക്കും. അത് അൺപ്രഡിക്റ്റബിൾ ആയിരിക്കും. ഒരു നിശ്ചിതമായിട്ടുള്ള എണ്ണത്തിൻ്റെ കണക്ക് അവിടെ ഉണ്ടാവില്ല. പിന്നെ വരുന്നതാണ് ഫിക്സ്ഡ് ഇൻ്റർവൽ ഷെഡ്യൂൾ. ഒരു നിശ്ചിത സമയത്തിൻ്റെ ഇടവേളകളിൽ നമ്മൾ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുന്നതാണ് ഫിക്സ്ഡ് ഇൻ്റർവൽ ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ഇനി വാരിയബിൾ ഇൻ്റർവൽ ഷെഡ്യൂൾ ഉണ്ട്. ഇതും അതുപോലെ തന്നെ അൺപ്രഡിക്റ്റബിൾ ടൈം ഇൻ്റർവൽസിന് നമ്മൾ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുന്ന ഷെഡ്യൂളാണ് വാരിയബിൾ ഇൻ്റർവൽ. അത് ഫിക്സ്ഡ് ഇൻ്റർവലിലേക്ക് വരുന്ന സമയത്ത് എല്ലാ 5 മിനിറ്റ് കൂടുന്ന സമയത്ത് റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുമെങ്കിൽ വാരിയബിൾ ഇൻ്റർവലിലേക്ക് വരുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ ആദ്യത്തെ 5 മിനിറ്റിൽ കൊടുക്കുന്നുണ്ടാവും, പിന്നെ 10 മിനിറ്റ് കഴിഞ്ഞിട്ടായിരിക്കാം, ചിലപ്പോൾ പിന്നീട് 20 മിനിറ്റ് ആയിരിക്കാം, ചിലപ്പോൾ പിന്നീട് 2 മിനിറ്റ് ആയിരിക്കാം. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കും. പിന്നെ ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ, ഓപ്പറൻ്റ് കണ്ടീഷനിങ്ങിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എഡ്യൂക്കേഷൻ രംഗത്ത് നമുക്കത് ഉപയോഗിക്കാം. സ്പെഷ്യൽ എഡ്യൂക്കേഷനോ അല്ലെങ്കിൽ സാധാരണ എലമെൻ്ററി സ്കൂളുകളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, കുട്ടികളുടെ നല്ല സ്വഭാവങ്ങളും പെർഫോമൻസൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തെറാപ്പി സെഷൻസിൽ ഫോബിയാസ്, അഡിക്ഷൻസ്, അതുപോലെ ഡിസൈറബിൾ ബിഹേവിയർ വർദ്ധിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ അൺഡിസൈറബിൾ ആയിട്ടുള്ള ബിഹേവിയർ കുറച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അത് ബിഹേവിയർ മോഡിഫിക്കേഷനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പ്രിൻസിപ്പിൾ ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ അതുപോലെ പാരൻറ്റിങ്ങിന് വേണ്ടിയിട്ട് കുട്ടികളെ നല്ല സ്വഭാവങ്ങൾ പഠിപ്പിച്ചെടുക്കാനും നല്ല സ്വഭാവ രൂപീകരണമൊക്കെ ഉണ്ടാക്കിയെടുക്കാനൊക്കെ വേണ്ടിയിട്ടൊരു തിയറി ഉപയോഗിക്കാം. അതുപോലെ അനിമൽ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു തിയറി ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ഈ ഓപ്പറൻ്റ് കണ്ടീഷനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക. കൂടുതൽ വീഡിയോക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അടിയിൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ, എനിവേ താങ്ക് യു.